ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പല മഹാക്ഷേത്രങ്ങളിലും സന്ദർശിക്കാൻ പോകാറുണ്ട്, തൊഴാൻ വേണ്ടി പോകാറുണ്ട്. പക്ഷേ പോയിട്ട് തിരിച്ച് വരുമ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ വെറും കൈയോടെ ഇരിക്കില്ല വരുന്നത്. ഡെഫിനറ്റ്ലി പ്രസാദം ഉണ്ടോ? പ്രസാദം നമ്മൾ നമ്മുടെ വീട്ടുകാർക്കും തൊട്ടടുത്തുള്ളവർക്ക് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ പലരും തൊട്ടടുത്തുള്ള കടകളിൽ പോയിട്ട് അവിടെ നിന്ന് പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അങ്ങനെ പലരും മേടിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു യന്ത്രമാണ് ശ്രീചക്രം. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് മേടിച്ചു വെക്കുന്നതാണ്. അതായത് പലരും പറയും ശ്രീചക്രം വീട്ടിൽ മേടിച്ച് വെച്ച് അതിൻ്റെ മുന്നിലൊരു വിളക്കം കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും, ധനസമൃദ്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വെക്കും. ശരിക്കും അങ്ങനെ മേടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു യന്ത്രമാണോ ഈ ശ്രീചക്രം? അല്ലെങ്കിൽ അതിൻ്റെ 3 ഡയമെൻഷണൽ വെർഷനായിട്ടുള്ള മേരു? അത് ചിലപ്പോൾ പൂർണ്ണമേരു ആവാം, അർദ്ധമേരു ആവാം. അങ്ങനെ മേടിച്ച് വെക്കാൻ പറ്റുന്നതാണോ? പറ്റുന്നതല്ല എന്നേ ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് ശ്രീചക്രം എന്ന് പറയുന്നത് 3 ലോകത്തിൻ്റെയും ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് ശ്രീചക്രം. അതിൻ്റെ 2 ഡയമെൻഷണൽ വെർഷനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു ചെമ്പിൻ്റെ തകടിനകത്ത് കുറേ ത്രികോണങ്ങൾ വരച്ചിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണത എത്തിയിട്ടുള്ള 3 ഡയമെൻഷണൽ വെർഷനാണ് മേരു. ഇങ്ങനെ സ്റ്റെപ്പ് പോലെ അമ്പലത്തിൻ്റെ ഗോപുരത്തിൽ കാണുന്ന പോലെ സ്റ്റെപ്പ് പോലെയുള്ള സംഭവം. ഇതൊന്നും ഒരിക്കലും നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കരുത്, എസ്പെഷ്യലി കടകളിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പൂർണ്ണത എത്തിയിട്ടുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ അളവുകളിൽ തെറ്റുണ്ടാകും. ഓക്കെ, ഇങ്ങനെ അളവുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൂർണ്ണത എത്താത്തതായിട്ടുള്ള സംഭവമാണ് മേടിച്ച് വെച്ച് നമ്മൾ പൂജ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിളക്കത്തിങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനാണോ മേടിച്ച് വെച്ചത് അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കുള്ളൂ നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഈ പറയുന്ന സംഭവം ഒരിക്കലും നമ്മൾ ശ്രീവിദ്യോപാസന ചെയ്യണമെങ്കിൽ മാത്രമേ ഈ പറയുന്ന സാധനം, അതും പ്രോപ്പറായിട്ട് ഈ പറയുന്ന പോലെ വ്രതമെടുത്ത് യഥാവിധി പൂജകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ജോമെട്രിയിലുള്ള സാധനം മാത്രം മേടിച്ച് വീട്ടിൽ വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് മാത്രം വെച്ചിട്ട് പൂജിക്കാനും പാടുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. ഈ സംഭവം ഈ പറയുന്ന ശ്രീവിദ്യോപാസന കാര്യങ്ങളൊന്നും അങ്ങനെ ഓപ്പണായിട്ട് ആരും പറയുന്നൊരു ടോപ്പിക്കല്ല. പക്ഷേ പലരും ഈ പറയുന്ന പോലെ ശ്രീചക്രം മേടിച്ച് വീട്ടിൽ വെക്കുന്നുണ്ട്. അവർ പോലും അറിയാണ്ട് അവരുടെ വീട്ടിൽ ഈ പറയുന്ന പോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹൈ എനർജീസ് ക്രിയേറ്റ് ചെയ്തിട്ട് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ പറയുന്ന പോലെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഈ പല കാര്യങ്ങളിലും പൂർണ്ണത എത്തിയിട്ടുണ്ടാവില്ല. ഈ പറയുന്ന പോലെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പ്രോപ്പറും ആയിരിക്കില്ല, മായം ചേർത്തിട്ടുണ്ടാവും. ഈ പറയുന്ന പോലെ പക്ക പ്യുവർ കോപ്പർ അല്ലെങ്കിൽ പക്ക ബ്രാസ് അല്ലെങ്കിൽ പക്ക പ്യുവറായിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ വെള്ളിയിലൊക്കെയാണ് ഇത് നമ്മൾ ശ്രീചക്രമൊക്കെ വരയ്ക്കാറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ പൈസയ്ക്ക് അനുസരിച്ചാണ് ഇതൊക്കെ വരയ്ക്കേണ്ടത്. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഗുരുസ്ഥാനിയനാണ് ഇത് വരയ്ക്കേണ്ടത്. യഥാവിധി വൃതാനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജോമെട്രി കറക്റ്റൊക്കെ നോക്കി തെറ്റാണ്ട് വരച്ചെടുക്കേണ്ട ഒരു സംഭവമാണ് ശ്രീചക്രം. ഇതിന് ഉപാസിക്കുന്നവർ ഞാൻ പറഞ്ഞ പോലെ ശ്രീവിദ്യോപാസകരാണ്. ശ്രീവിദ്യോപാസകർ എന്ന് പറയുന്നത് ദശമഹാവിദ്യയിൽ ബാലാ ത്രിപുരസുന്ദരി എന്ന് പറയുന്നൊരു ദേവിയുണ്ട്. ഹിന്ദു മിത്തോളജിയിൽ ആ ദേവീനെ പറയുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗോഡസ് ഇൻ ദ വേൾഡ് എന്നാണെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ മാത്രമല്ല 3 ലോകത്തിലെയും ഏറ്റവും സുന്ദരിയായിട്ടുള്ള ബാലികയായിട്ടുള്ള ഒരു ദേവിയാണ് ബാലാ ത്രിപുരസുന്ദരി. ഈ ബാലാ ത്രിപുരസുന്ദരിയുടെ ഒരു ഉപാസന അല്ലെങ്കിൽ സാധന ക്രമരീതിയാണ് ഈ പറയുന്ന പോലെ ശ്രീവിദ്യ ഉപാസന അല്ലെങ്കിൽ ശ്രീവിദ്യ സാധന. ശരിക്കും ഗൃഹസ്ഥരായിട്ടുള്ളവർ, ആണായാലും പെണ്ണായാലും ഗൃഹസ്ഥരായിട്ടുള്ളവർ ചെയ്യേണ്ട ഒരു ഉപാസന ക്രമരീതിയാണ് ശ്രീവിദ്യ ഉപാസന. ഇതുകൊണ്ടാണ് ഇത് വീട്ടിൽ മേടിച്ച് വെക്കാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഉപാസന ക്രമരീതി എന്ന് പറയുന്നത് ഷോക്കടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഉപാസന ക്രമരീതിയാണ്. തൊട്ടപ്പൊള്ളുന്ന ഒരു ഉപാസന ക്രമരീതിയാണ് ഈ പറയുന്ന ശ്രീവിദ്യ. പെട്ടെന്ന് നമുക്ക് മോക്ഷത്തിലോട്ടും പോകാൻ പറ്റും, അതേപോലെ നമ്മളെ നശിപ്പിക്കാനും കഴിവുള്ള ഒരു ഉപാസന ക്രമരീതിയാണ്. നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ ദേവീദേവന്മാർ ഈ സാധകന്മാരെയോ അല്ലെങ്കിൽ ഉപാസകരെയോ നശിപ്പിക്കുക? ശരിക്കും ദേവീദേവന്മാരല്ല നശിപ്പിക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ദേവീദേവന്മാരല്ല നമ്മളെ നശിപ്പിക്കുന്നത്. നമ്മൾ സാധകന്മാരെയോ അല്ലെങ്കിൽ ഉപാസകരെ തന്നെയാണ് നശിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഉപാസനക്രമം അല്ലെങ്കിൽ സാധനക്രമത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല ശക്തികളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് വരും. അത് വെച്ചിട്ട് നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യും. യാമനകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കാമനകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ധർമ്മോ രക്ഷോ രക്ഷതു എന്നാണ് പറയുന്നത്. ധർമ്മത്തെ നമ്മൾ ചെയ്യുക,
അങ്ങനെയാണെങ്കിൽ ധർമ്മത്തിനെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ധർമ്മം നമ്മളെ സംരക്ഷിക്കും. നമ്മൾ ആ ധർമ്മത്തിൽ നിന്നും മാറി അധർമ്മത്തിലോട്ട് പോകും. അതാണ് കാമനകൾ. ഈ കാമനകൾ വരുമ്പോഴാണ് ഈ സാധകന്മാരും ഉപാസകരും നശിക്കുന്നത്. ചില സാധനാക്രമ രീതികളിൽ മദ്യം വെച്ചിട്ട് നമ്മൾ ഉപാസന ചെയ്യുന്നവരുണ്ട് മൂർത്തികളെ. പക്ഷേ ഈ മദ്യം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുടി തുടങ്ങും. അങ്ങനെ ആയിരിക്കുള്ളൂ നമ്മൾ നശിക്കുന്നത്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധകന്മാരായാലും ഉപാസകന്മാരായാലും നമ്മളെ തന്നെ നശിപ്പിക്കുന്നത്, അല്ലാണ്ട് ഈ ദേവീദേവന്മാരല്ല നമ്മൾ നശിപ്പിക്കുന്നത്. ഓക്കെ, അവർക്ക് നമ്മൾ നശിച്ച് കാണണമെന്നല്ല, അവർ നമുക്ക് നല്ല രീതിയിൽ ഉയർന്നു കാണണമെന്നായിരിക്കുള്ളൂ അവരുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള യാമനകൾ അല്ലെങ്കിൽ കാമനകൾ വരുമ്പോഴാണ് നമ്മൾ ചീത്തയായി പോകുന്നത്. ഇനി ടോപ്പിക്കിലോട്ട് വരാം. ഈ ശ്രീചക്രം ചുമ്മാ വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തിടാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഒരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന 4-5 യന്ത്രങ്ങൾ വീടിൻ്റെ മുന്നിലും സൈഡിലൊക്കെ തൂക്കിയിട്ടേക്കുന്നുണ്ട്. പോരാതെ ഒന്നിൽ കൂടുതൽ ശിവലിംഗം. ആ വീട്ടിൽ കയറി ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു എനർജി, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എനർജി, നമുക്ക് പോലും ഒരു സാധാരണ ഒരു മനുഷ്യന് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിട്ടുള്ളൊരു എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനൊരു എനർജി വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും. ഈ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അനാവശ്യമായിട്ടുള്ള വിചാരങ്ങൾ, അനാവശ്യമായിട്ടുള്ള തല്ലുപിടുത്തങ്ങൾ ഇതൊക്കെ വരും. പ്രോപ്പറായിട്ടുള്ള എനർജി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ കടകളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ശിവലിംഗമൊക്കെ മേടിച്ച് വീട്ടിൽ വെക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ദിവസവും അഭിഷേകം ചെയ്യണം ശിവലിംഗത്തിന്. തർപ്പണം അല്ലെങ്കിൽ അഭിഷേകം ഡെഫിനറ്റ്ലി ചെയ്തേ പറ്റുള്ളൂ. തർപ്പണം അല്ല, അഭിഷേകം ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനർജി ഫ്ലോസ് പ്രോപ്പറാവില്ല. പരമാവധി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വീട്ടിൽ മേടിച്ച് വെക്കാണ്ടിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും വീട്ടിൽ മേടിച്ച് വെക്കാണ്ടിരിക്കാൻ നോക്കുക എന്നേ ഞാൻ പറയുള്ളൂ. ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞു പോയപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വന്നൊരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മുടെ സംഭവങ്ങൾ, നമ്മൾ ചില സാധനങ്ങൾ വീട്ടിലോട്ട് മേടിച്ച് വെക്കും, ചില സാധനങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിച്ചു പോയൊരു സംഭവമുണ്ട്, ഒരു സമ്പ്രദായമുണ്ട്, കാവ് അല്ലെങ്കിൽ നാഗക്കാവുകൾ. ഇതൊക്കെ നശിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നൊരു സമ്പ്രദായമാണ്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഇങ്ങനത്തെ സംശയങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് മെസ്സേജ് അയച്ചു. എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വില്ലിങ്ങാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.